മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റിയായ ക്രിസ്പിയായ ഓനിയൻ പക്കവടയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഓനിയൻ പക്കവട വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അതിനുവേണ്ടി 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തത്. ഒരു 4 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മല്ലിയിലയും കറിവേപ്പിലയും എടുക്കാം കേട്ടോ. ഞാനിവിടെ മല്ലിയില എടുക്കുന്നേ ഉള്ളൂ. രണ്ടും വേണമെങ്കിൽ ഇടാം, കറിവേപ്പില മാത്രം യൂസ് ചെയ്യുകയും ചെയ്യാം. ഇത് ആദ്യം തന്നെ നമ്മൾ ഈ ഉള്ളി 2 മീഡിയം സൈസ് സവാള കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് നല്ലോണം സ്മാഷ് ചെയ്ത് നന്നായിട്ട് ഇതാക്കണം. അതായത് ഇത് നന്നായിട്ട് ഒരു സോഫ്റ്റ് ആകുന്ന തരത്തിൽ നമ്മുടെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ഉപ്പിട്ടിട്ട് ഒന്ന് സോഫ്റ്റായി വരട്ടെ, അതുവരെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ലോണം സോഫ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുരിഞ്ഞ പക്കുവട കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്തെടുക്കണം ഉപ്പിട്ടിട്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുക. കഷ്ണം ഇഞ്ചി, മല്ലിയില, 4 പച്ചമുളക്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാൻ 4 എടുത്ത് നല്ല എരിവുള്ള മുളകാണ്. പക്കവടയൊക്കെ കഴിക്കുമ്പോൾ നല്ല എരിവ് വേണം കേട്ടോ, നല്ല ടേസ്റ്റ്. ചൂട് ചായക്കൊപ്പം കഴിക്കുമോ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇടുന്നത്. 4 പച്ചമുളകും എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇതാക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ഇതാക്കുന്നത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് 1/2 കപ്പ് കടലമാവ് പൊടികളാണ് ഇനി പറയുന്നത്. 1/2 കപ്പ് തന്നെ മൈദ ഇതിലേക്ക് ചേർക്കുന്നതാണ് കേട്ടോ. ഇനി 1/4 കപ്പ് അരിപ്പൊടി. ഒരു ക്രിസ്പി നമുക്ക് ഒരു വേണമല്ലോ, ക്രിസ്പിനെസ് വേണ്ടി കൊണ്ടാണ് ഞാൻ അരിപ്പൊടി ചേർക്കുന്നത്. രണ്ടും കടലമാവും മൈദമാവും എപ്പോൾ ഒരേ അളവിൽ എടുക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുക. ഇനി നന്നായിട്ട് കൈകൊണ്ട് തന്നെ വെള്ളം ചേർക്കാണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യുക. നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കണം ഇതൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ സ്പൂൺ വെച്ചൊന്നും ചെയ്യാൻ നിൽക്കണ്ട, കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണ്ടേ. അധികം വെള്ളം കൂടി പോകരുത് കേട്ടോ. കുറച്ച് നല്ലൊരു കുഴമ്പ് ഇതിങ്ങനെ ആയിട്ടാണ് വരേണ്ടത്. കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് പക്കവട ഉണ്ടാക്കി കഴിഞ്ഞാൽ റെഡി ആവില്ല. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് ഇത് കുഴക്കുന്ന പോലെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആവും കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനൊക്കെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ആ ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഉള്ളി ഇങ്ങനെ കുഴക്കുമ്പോൾ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. ഇനി മാവൊക്കെ വന്നല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചെയ്തെടുക്കുക. ഓയിലോ എണ്ണയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിൽ എടുക്കാം. ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കണ്ട ഞാൻ ഇടുന്ന പോലെ തന്നെ ഇങ്ങനെ ഇടുക. പക്കവട ഇങ്ങനെയാണ് ഇടുക. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇടുക. നല്ല മൊരിഞ്ഞ് കിട്ടുന്നവരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്നായി കിട്ടും, നല്ലോണം എണ്ണ ചൂടായല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇനി നന്നായിട്ട് ഇത് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ നമ്മളിതാക്കുക. എന്നിട്ട് ഒന്നുകൂടെ മൊരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ചൂട് ചായക്കൊപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ സവാള എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ അല്ലേ. ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റുള്ളൊരു പക്കവടയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് എല്ലാവർക്കും അറിയാം, ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്സ് റെസിപ്പിയാണിത് കേട്ടോ. അങ്ങനെ ഇത് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നല്ല
കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇത്. നല്ല ടേസ്റ്റി അല്ലേ കഴിക്കുക. കട്ടൻ ചായൻ്റെ കൂടെയാണ് ഏറ്റവും നല്ലത്. കട്ടൻ ചായൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. നല്ല മഴയത്തൊക്കെ കട്ടൻ ചായൻ്റെ കൂടെ ഇത് കഴിക്കുക നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് കഴിയും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. എന്നാൽ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. ഫ്ലെയിം കൂട്ടരുത്. കറക്റ്റായിട്ട് നമ്മൾ ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ തിരിച്ചിടുക. അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും വേണ്ട. വേറൊരു സവാളയല്ലേ, വേറൊന്നുമില്ലല്ലോ ഇതിൽ. അങ്ങനെ ഇതെല്ലാം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അപ്പുറത്തും ഇങ്ങനെ തന്നെ ഒന്ന് മരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് അടുപ്പൊന്ന് ഇടണം. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ട്. എടുത്തിട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ ഇത് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങളെ വീട്ടിലുള്ള ആളനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടാൻ ഞാനിപ്പോൾ 2 എണ്ണം എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാരുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ മാവിൻ്റെ ക്വാണ്ടിറ്റിയും കുറച്ച് കൂട്ടി കൊടുക്കുക. കറക്റ്റായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. കടലമാവ് മൈദമാവ് എപ്പോൾ കറക്റ്റ് അളവിലെടുക്കണം. അതിൽ കുറവാണ് അരിപ്പൊടി എടുക്കേണ്ടത്. അരിപ്പൊടി നമ്മളൊരു ക്രിസ്പി ഫീലിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിതിവിടെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്തു ഇങ്ങനെ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായി നുള്ളിയിട്. ഇങ്ങനെ ഇടുക കേട്ടോ. ചെറുതായി നുള്ളിയിടുക. അങ്ങനെ എല്ലാം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ വളരെ നമുക്ക് സ്നാക്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഏതെങ്കിലും ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനൊന്നും അന്നേരം വെക്കണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ഇടുന്നുണ്ട്. അത്ര പെട്ടെന്ന് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാനവിടെ വെച്ചെന്നേ ഉള്ളൂ. 10 മിനിറ്റ് വെച്ചെന്നേ ഉള്ളൂ. ചായ തിളക്കുന്ന നേരമാകുമ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇത് എല്ലാം ഞാനിവിടെ രണ്ടാമതും പിന്നെ ഇതായിട്ടുണ്ട്. ഇത് അടുത്തത് മൊരിഞ്ഞ് കിട്ടിയിട്ടിട്ട് തിരിച്ചൊന്നിടുക കേട്ടോ. നല്ലോണം തിരിച്ചിടുക. ഇതൊരു നമുക്കൊരു ഷേപ്പോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എങ്ങനെ ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഷേപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് അയ്യോ ഈ ഷേപ്പ് മാറിപ്പോയല്ലോ എന്നൊക്കെ വിചാരിക്കും. ഇത് ഏത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈ കൊണ്ടോ അല്ലെ സ്പൂൺ കൊണ്ടോ എങ്ങനെയായാലും കൈ കൊണ്ട് ചെയ്യുന്നതാണ് വളരെ ഈസി. എന്തുകൊണ്ടാണെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ. അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്തെടുക്കാം. അങ്ങനെയെല്ലാം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എത്ര മാവാണോ ഉള്ളത്, നമ്മൾ എത്രയാണോ കുഴച്ചത് അതെല്ലാം കൂടി നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. 4 മണി ചായൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. അങ്ങനെ ഞാനിതിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാനിവിടെ ഫ്രൈ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ. ഞാനിപ്പോൾ പാൽ ചായയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടൻ ചായൻ്റെ എടുത്താൽ കൂടുതൽ കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. കണ്ടോ ഇതുപോലെ നല്ല മൊരിഞ്ഞ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ല മൊരിഞ്ഞ പക്കാവടയാണ്. എല്ലാവരും പുറത്ത് നല്ല ക്രിസ്പിനെസ്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ കേട്ടോ.